രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ അക്രമങ്ങളുടെയും അനീതികളുടെയും തലപ്പത്ത് ഇവനാണുള്ളത്. നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചിവിടെ കഴിഞ്ഞിരുന്ന സാംദേശ രാജകുമാരിയെ കൊള്ളയടിച്ചതിന്റെ പിന്നിൽ, നാട്ടിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങളുടെയും പിന്നിൽ ഈ നിൽക്കുന്നവന്റെ കൈകളാണുള്ളത്. എന്നിട്ടിവൻ സാംദേശ രാജകുമാരിയെ രക്ഷിച്ചതായി അഭിനയിച്ചു. ഒരിക്കലും ഇവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചു. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അങ്ങവിടെ ചെന്നപ്പോൾ ഇവൻ അങ്ങയുടെ രക്ഷകനായി മാറി. അവൻ മുറിവേറ്റു. നല്ലവനെന്ന് ബോധ്യമാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതാരായാലും വിശ്വസിക്കും, ഞാൻ പോലും. അമൃതീൻ, നമുക്ക് വേണ്ടത് ആരോപണങ്ങളല്ല, തെളിവുകളാണ്. രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നുള്ള വ്യാമോഹത്താൽ ഇവൻ കൊടുത്തയച്ച കാഴ്ചദ്രവ്യങ്ങൾ എന്താണെന്നറിയാമോ? വിലമതിക്കാനാവാത്ത രത്നങ്ങളും വൈരങ്ങളും. ഒരു മഹാരാജാവിനോ കൊള്ളക്കാരനോ മാത്രമേ അത് കൊടുത്തയക്കാൻ സാധിക്കുകയുള്ളൂ. ഇവൻ മഹാരാജാവല്ല. പിന്നെ ആരാണെന്ന് നിശ്ചയിക്കേണ്ടത് അങ്ങ് തന്നെയാണ്. അലാവുദ്ദീൻ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പടച്ചവനെ സാക്ഷി നിർത്തി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയും സംശയമോ അങ്ങേക്ക്? അലാവുദ്ദീനോട് അങ്ങേക്കുള്ള സ്നേഹവും വാത്സല്യവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് അലാവുദ്ദീനെ ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണമാവും തോന്നുന്നില്ല. ബാഗ്ദാദിലെ നീതിക്കും ന്യായത്തിനും അത് തടസ്സമാകുകയാണെങ്കിൽ അലാവുദ്ദീൻ ഒരു ശിക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ ചുമതല നാം മൗലവി സാഹിബിനെ ഏൽപ്പിക്കുന്നു. അവന്റെ കൈകൾ അഴിച്ചുവിടും. അലാവുദ്ദീൻ നിരപരാധിയാണ്. അള്ളാഹുവിന് പ്രിയപ്പെട്ട ഇവൻ ബാഗ്ദാദിന്റെ അഭിമാനമായി മാറും. ഇവനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടായിരിക്കും. ആരെയും കാണുന്നില്ലല്ലോ. ഒളിച്ചു കളിക്കാന്ന് വിചാരിച്ചു. ഇനി അമീർ വിളിക്ക്, ഞാൻ കണ്ടുപിടിക്കാം. ശരി അമീർ, നമുക്ക് കളിച്ചത് മതി. നീ ഒരു കാര്യം ചെയ്യും. നീ ഇത്ര വലിയ ആളൊക്കെ അല്ലേ, ഞാനൊരു സാധനം ചോദിക്കാൻ പോവാ. ആലംബന, ഇതെന്താണ് ഇത്രയും വലിയൊരു സാധനം? അതൊക്കെ ഉണ്ട്. ലോകത്തിൽ ഇതേവരെ ആരും ധരിക്കാത്ത ഒരു വസ്ത്രം എനിക്ക് വേണം. ആലംബന, എന്താ പറ്റില്ലേ? ആരും ഉടുക്കാത്ത വസ്ത്രമല്ലേ? തരാം തരാം. അയ്യോ അമീർ, എന്താ ഇത്? ഞാൻ അമീർ അമീർ കേവലം ഒരു തുന്നക്കാരന്റെ മകൻ രാജകുമാരിയുടെ ഭർതൃപദം അലങ്കരിക്കുന്നത് ലജ്ജാവഹമാണ്. മുഹമ്മദ് ഹുസൈൻ, ഇത് നമ്മുടെ പ്രിയ പുത്രി റോഷ്നിയുടെ ആഗ്രഹമാണ്. ക്ഷമിക്കണം ഷാൻഷാ, കുമാരിയുടെ ഭർത്തൃപദം അലങ്കരിക്കുന്ന ദേഹമല്ലേ നാളെ ഈ സിംഹാസനത്തിന് അവകാശി. ബാഗ്ദാദിന്റെ ഭാവിയിൽ അധിഷ്ഠിതമാണ് റോഷ്നി രാജകുമാരിയുടെ വിവാഹം.
മുഹമ്മദ് ഹുസൈൻ അലാവുദ്ദീൻ ഒരു സാധാരണ യുവാവല്ലെന്ന് നാം വിശ്വസിക്കുന്നു. അവൻ ധീരനാണ്, ശക്തനുമാണ്. എങ്കിലവൻ ഞാനുമായ ഒരു ബലപരീക്ഷണത്തിന് തയ്യാറാകട്ടെ.